ഇന്നിപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഴിഞ്ഞ ദിവസം ഏറെ ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറെ വിവാദമായ ഒരു പ്രസ്താവനയായിരുന്നു CPM-ന്റെ മുതിർന്ന നേതാവ് AK ബാലന്റേത്. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നൊക്കെയായിരുന്നു CPM നേതാവ് AK ബാലൻ പറഞ്ഞത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ്. കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ബാലനെതിരെ രംഗത്ത് വരുന്നതാണ് കാണുന്നത്. സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് പരാമർശമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പ്രസ്താവനയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. AK ബാലനെ അകത്തും വെള്ളാപ്പള്ളിയെ പുറത്തും നിർത്തി CPM ഇത്തരം കാര്യങ്ങൾ പറയിപ്പിക്കുകയാണെന്ന് കേരള അമീർ മുജീബ് റഹ്മാൻ പറഞ്ഞു. വർഗീയ ധ്രുവീകരണം നടത്താനാണ് AK ബാലന്റെ ശ്രമമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആരോപിച്ചു. നമുക്ക് പ്രതികരണങ്ങൾ കേൾക്കാം. ഈ CPM നേതാക്കളുടെ പ്രസ്താവന കേരളത്തിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഈ പ്രചരണം, ഈ തെരഞ്ഞെടുപ്പിനെ സംഘപരിവാർ ചെയ്യുന്നത് പോലെ ആക്കി മാറ്റാനുള്ള ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കും മതേതര കേരളം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയം. ബാലൻ നടത്തിയ പ്രസ്താവനയെ CPM അംഗീകരിക്കുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. സഖാവ് ബാലനെ പോലുള്ള ആളുകൾ കേരളത്തിലെ അഭിനവ ഗീബൽസ് ആകരുത് എന്നാണ് ഞാൻ പറയാം. ആ പഴയ മുറിവിൽ വീണ്ടും മുളക് തേക്കുന്നു എന്ന് പറയുന്നത് അത്യന്തം അപകടവും ക്രൂരവുമായ ചെയ്തി CPM-ന്റെ ഭാഗത്ത് നിന്ന് സമുന്നതനായ ഒരു നേതാവ് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അത്യന്തം അപകടകരമായ സ്റ്റേറ്റ്മെൻ്റാണ്. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളിയെ പുറത്തു നിർത്തിയിട്ടും അകത്ത് AK ബാലൻ അകത്തും നിർത്തിയിട്ടും വിഷം ചീറ്റുന്ന, വർഗീയ വിഷം ചീറ്റുന്ന ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത് പ്രബുദ്ധ കേരളം വളരെ വകതിരിവോടുകൂടി വിവേകത്തോടുകൂടി തിരിച്ചറിയും എന്ന് മനസ്സിലാക്കാൻ വിവേകമുള്ള ആരും ആ പ്രസ്ഥാനത്തിൽ ഇനിയുമില്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വെൽഫെയർ പാർട്ടിയെയും മറ്റുമൊക്കെ മുൻനിർത്തി CPM ഇസ്ലാമോഫോബിയയും വംശീയ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വീണ്ടും സഖാവ് AK ബാലൻ അപകടകരമായ പ്രസ്താവന നടത്തിയിരിക്കുന്നു. മാറാട് പോലുള്ളതൊക്കെ കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഈ കുപ്രചരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമായിട്ടല്ല, പക്ഷേ കേരളത്തിലെ പൊതുമണ്ഡലം വലിയ അളവിൽ വർഗീയവൽക്കരിക്കപ്പെടും. സഖാവ് AK ബാലൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെയും AK ബാലൻ്റെയും ഒക്കെ പ്രസ്താവന ഒരേ രീതിയിൽ പോകുന്നത് നമുക്ക് വിശകലനം ചെയ്താൽ കാണാൻ കഴിയും. ഇതൊക്കെ ഒറ്റ സോഴ്സിൽ നിന്ന് രൂപപ്പെടുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് അംഗം മുറുകാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുൻപേ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം പറഞ്ഞുകൊണ്ട് വീണ്ടും വാക്പോരും പരസ്പരം പോർവിളിയും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. AK ബാലന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ വഴിവെച്ചിരിക്കുന്നത്. തീർച്ചയായും ഇനി AK ബാലൻ ഇന്നലെ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവന, ജമാഅത്തെ ഇസ്ലാമി, അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുക, അങ്ങനെയാണെങ്കിൽ മാറാട് കലാപമെല്ലാം ആവർത്തിക്കും എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് AK ബാലൻ നടത്തുന്നത്. മാറാട് കലാപമോ എന്ന രീതിയിലുള്ള മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ പാലക്കാട് ഉൾപ്പെടെ RSSും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾക്ക് തയ്യാറാവുകയും ശ്രമിക്കുകയും ചെയ്തു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ AK ബാലൻ പറയുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലൊരു പ്രതിഷേധവും അല്ലെങ്കിൽ ഇതിനെതിരെ രംഗത്തേക്ക് എത്തുന്ന കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും. ഒരു സംഘപരിവാർ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി AK ബാലനെതിരെ വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തേക്ക് എത്തുകയാണ്. തങ്ങൾക്കെതിരായിട്ടുള്ള ഈ പരാമർശങ്ങൾ AK ബാലൻ പിൻവലിച്ച് മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ ക്രിമിനൽ അതുപോലെ തന്നെ സിവിൽ കേസുകൾ AK ബാലനെതിരെ നൽകും എന്ന് അറിയിച്ചുകൊണ്ടുള്ളൊരു നോട്ടീസ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് AK ബാലൻ ജമാഅത്തെ ഇസ്ലാമി നൽകുകയും ചെയ്തിട്ടുണ്ട്. 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വക്കീൽ നോട്ടീസാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി AK ബാലൻ നൽകുകയും ചെയ്തിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിം സംഘടനയ്ക്ക് എതിരെ വിദ്വേഷവും ഭീതിയും പടർത്തി മറ്റു മതവിഭാഗങ്ങളെ വോട്ട് പിടിച്ചെടുക്കാനുള്ള CPM-ന്റെ ശ്രമമാണോ AK ബാലന്റെ ഇത്തരം പരാമർശങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ചോദിക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ ഇപ്പോൾ AK ബാലന്റെ ഇത്തരം പരാമർശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിന്റെ കേരള അമീർ മുജീബ് റഹ്മാൻ പറഞ്ഞുള്ളത് AK ബാലനെ അകത്തും വെള്ളാപ്പള്ളിയെ പുറത്തു നിർത്തി CPM ഇത്തരം കാര്യങ്ങൾ പറയിപ്പിക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിന്റെ കേരള അമീർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വർഗീയ ധ്രുവീകരണം നടത്താനാണ് AK ബാലന്റെ ശ്രമമെന്നാണുള്ള വെൽഫെയർ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയും ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും AK ബാലന്റെ ഈ പ്രസ്താവന അല്ലെങ്കിൽ പരാമർശം അത് വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ. ശരി, ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം AK ബാലനെതിരെ രംഗത്തെത്തുന്നതും കണ്ടു. ഏതായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം അത് വലിയ ചർച്ചയാകുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞത്.